നോക്കൂ, മാവേലിക്കര MLA MS അരുൺകുമാറാണ് ഒന്നാമത്. 8.86 അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വോട്ട്. നോക്കൂ ഷഫീഖ്, എനിക്ക് തോന്നുന്നു ആദ്യം മുതൽ തന്നെ MS അരുൺകുമാർ മുന്നിലുണ്ട്. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്താണ് രണ്ടാമത് നിൽക്കുന്നത്, 8.73. വിവാദങ്ങളൊക്കെ ഉണ്ടായി. അതെ, VK പ്രശാന്ത് ഇതാ രണ്ടാമത് എത്തി നിൽക്കുന്നു. ഹരിപ്പാട് MLA മുൻ പ്രതിപക്ഷ നേതാവ് മുൻ മന്ത്രിയുമായ രമേശ് ചെന്നിത്തല മൂന്നാമതുണ്ട്, 8.64. യുവാക്കളുടെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ രമേശ് ചെന്നിത്തല ഉണ്ട് അതിനകത്ത്. അതെ, നമുക്ക് നോക്കണം രഞ്ജിത്ത്, മുഴുവൻ പേരുടെയും കണക്കുകൾ നോക്കാം. അഴീക്കോട് MLA KV സുമേഷ്, എനിക്ക് തോന്നുന്നു KV സുമേഷും വോട്ടിങ്ങിന്റെ തുടക്കം മുതൽ മുന്നിലുള്ളയാളാണ്. KV സുമേഷ് 8.64. പറവൂർ MLA പ്രതിപക്ഷ നേതാവ് VD സതീശൻ 8.56. നോക്കൂ, മാവേലിക്കര MLA MS അരുൺകുമാർ, വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത്, ഹരിപ്പാട് MLA രമേശ് ചെന്നിത്തല, അഴീക്കോട് MLA KV സുമേഷ്, പറവൂർ MLA VD സതീശൻ എന്നിവരാണ് ആദ്യ 5 പേർ. ഈ ആദ്യത്തെ 5 പേരുടെ കണക്കെടുക്കുന്ന സമയത്ത് നമുക്ക് അതിൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഇടതുപക്ഷ ഭരണകക്ഷിയിൽപ്പെട്ട യുവ MLA-മാരായ 3 പേരോടാണ് പ്രതിപക്ഷത്തുള്ള 2 മുതിർന്ന MLA-മാർ ഏറ്റവും ടൈറ്റായി ഫൈറ്റ് ചെയ്യുന്നുള്ള വളരെ രസകരമായൊരു കാഴ്ച. യുവ MLA-മാരെ UDF-ൽ ചാണ്ടി ഉമ്മൻ 6ാമതുണ്ട്. പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ 8.52. കൽപ്പറ്റ MLA T സിദ്ദിഖ്, കോൺഗ്രസിന്റെ തന്നെ MLA T സിദ്ദിഖ് 8.51. കോന്നി MLA KU ജനീഷ് കുമാർ 8.48. കല്യാശ്ശേരി MLA M വിജിൻ 8.42. ബേപ്പൂർ MLA മുഹമ്മദ് റിയാസ് 8.38. ഒരു മന്ത്രി ഇതാ എത്തിയിരിക്കുകയാണ് ആദ്യ 10ലേക്ക്. എനിക്ക് തോന്നുന്നു ആദ്യ 10ലുള്ള ആളിൽ മന്ത്രി മാത്രമാണ്. പ്രതിപക്ഷ നേതാവുണ്ട്, മുൻ പ്രതിപക്ഷ നേതാവുണ്ട്. ഇതാ മന്ത്രി മുഹമ്മദ് റിയാസ് എത്തിയിരിക്കുന്നു 10ാമത്. ഇത് MLA-മാരുടെ കണക്കാണ്. ചാണ്ടി ഉമ്മൻ, T സിദ്ദിഖ്, ജനീഷ് കുമാർ, M വിജിൻ, മുഹമ്മദ് റിയാസ്.